ഇവിടെ ഈ പെൺകുട്ടികളടക്കം ആക്രമിക്കപ്പെടുമ്പോൾ ഡൽഹി പോലീസിനെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട്, ഡൽഹി പോലീസ് എന്നുള്ളൊരു സംസ്ഥാന പോലീസല്ല, അത് യൂണിയൻ ആഭ്യന്തര മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. പറയുന്നതിൽ വാസ്തവത്തിൽ ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇവിടെ വിദ്യാർത്ഥിനികളെ ആ പോലീസുകാരെ യൂണിഫോംഡ് ആയിട്ടുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പഴയ അധ്യാപകൻ കൂടിയാണ്. ഞാൻ പറയട്ടെ, ഡൽഹി പോലീസിലെ നല്ല ഉദ്യോഗസ്ഥർ പലരുമുണ്ട്. പക്ഷെ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള കോപ്രായങ്ങൾ എന്നുള്ളത് ദേ ആർ ബിഹേവിംഗ്, സോറി ടു സേ ദാറ്റ്, ദേ ആർ ബിഹേവിംഗ് ജസ്റ്റ് ലൈക്ക് ദ ഓർഗനൈസ്ഡ് ആൻഡ് ട്രെയിൻഡ് യൂണിഫോംഡ് ഗൂണ്ടാസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതല്ല BJP എന്നുള്ള നിലയിലേക്ക്. പെൺകുട്ടികൾ, സമരരംഗത്തെ വരുന്ന പെൺകുട്ടികളുടെ ഗുഹ്യഭാഗങ്ങളിലേക്ക് ലാത്തി കൊണ്ട് കുത്തുക, അടിക്കുക എന്നുള്ള നിലയിലേക്ക്. അവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഒരു പെൺകുട്ടിയുടെ കരണത്തടിച്ചത് നമ്മളാരും കണ്ടില്ല, അല്ലേ? അമ്മമാര് നൊന്തുപറ്റവരാണല്ലോ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ പെൺകുട്ടിയാണ് അത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ചാൽ നമ്മൾ എന്ത് തീരുമാനിക്കും? നിയമത്തിന്റെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകാനായി തീരുമാനിക്കും, അല്ലേ? ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെത് ഇത് രാഷ്ട്രീയത്തിനപ്പുറമായ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നതായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈ നീറ്റ് എക്സാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷ. ഏറ്റവും ഒടുവിൽ 2026 ഈ ഏറ്റവും ഒടുവിലത്തെ പരീക്ഷയിൽ ഏതാണ്ട് 1/4 കോടി കുട്ടികളാണ് ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിന്റെ കൃത്യമായ കണക്ക് ഏതാണ്ട് 22.79 ലക്ഷം എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ BJP വിട്ടുപോയ അണ്ണാമലൈ, അദ്ദേഹത്തിന്റെ തീവ്ര പ്രസംഗങ്ങൾ പലതുമൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ടിവികളിൽ കൂടിയെല്ലാം അത്തരത്തിൽ കേട്ടിട്ടുണ്ട്. അണ്ണാമലൈ പറയുകയാണ്, തുറന്നു പറയുകയാണ്, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 3 തവണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു എന്ന്. എവിടെ നിന്നൊക്കെയാണ് ഈ ലീക്കുകൾ ഉണ്ടായത്? രാജസ്ഥാൻ ഭരിക്കുന്നതായിരുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, മഹാരാഷ്ട്രയിൽ നാസിക്കില്, അല്ല അവിടെ നാഗ്പൂരില്, ഇതൊക്കെ ഞാൻ അതൊന്നും വേറെ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഇവിടെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള നിലയിലേക്ക് എല്ലാം പറയുമ്പോൾ NTA തലയിലേക്ക് വെക്കുകയാണ്. ഇത് ഔട്ട്സോഴ്സ് ചെയ്തതാരാണ്? അങ്ങനെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ തീരുമാനമില്ലാതെ, അനുമതിയില്ലാതെ, പ്രോത്സാഹനമില്ലാതെ നടക്കുമോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ രാഷ്ട്രത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി പറഞ്ഞൊരു വാചകമുണ്ട്: വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ രാഷ്ട്രത്തിന്റെ സമ്പത്താണ്. അവരെ കേൾക്കണം, അവരെ സംരക്ഷിക്കണം, അവർക്ക് കരുത്തേകണം. ഇത് നാടിന്റെ ഭാവിയാണ് ഈ കുട്ടികൾ. ആ കുട്ടികളെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. പോലീസുകാരല്ലാത്ത, മുമ്പും പലപ്പോഴും സമരങ്ങൾ അടിച്ചമർത്താനായി പോലീസ് ഏജന്റുമാര്, ഇത്തരത്തിലുള്ള ചരിത്രമെല്ലാം ഞങ്ങൾക്ക് നന്നായി അറിയാം. പോലീസ് ഏജന്റുമാര് സിവിലിയൻ ഡ്രസ്സിൽ വന്നിട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുക, പ്രകോപനം ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടത്തുക എന്നുള്ളത്. ഇനി ഡൽഹിയിലേക്ക് എന്തൊക്കെയാണ് അടുത്ത് വരാൻ പോയത്? ഡൽഹിയിൽ മാത്രമാണോ ഈ സമരം? അല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചല്ലോ. കേരളത്തിൽ മാത്രമാണോ സമരം? മുംബൈ അടക്കം, അല്ല കൽക്കട്ട അടക്കം, അവിടെ ചെന്നൈ അടക്കം, ഇങ്ങനെ ഹൈദരാബാദ് ഉൾപ്പെടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ അവരൊന്നും തന്നെ ഇത്തരത്തിൽ പ്രക്ഷോഭ രംഗത്ത് വരരുത്, പ്രതിഷേധിക്കരുത്, രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ആ കുട്ടികളുടെ ഭാവി എന്നുള്ളത് അവരുടെ ജീവൻ കൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് പന്താടുന്നത്. അങ്ങനെ പന്താടുന്നതായിട്ടുള്ള ഒരു ഗവൺമെന്റ് എല്ലാം അടിച്ചൊതുക്കാമെന്ന് വ്യാമോഹിക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ ഇതിന് വേറെ ഒരു മാർഗവും ഇല്ല. ഇവിടെ ഞങ്ങൾ നാളെ ഫാസ്റ്റ് ട്രാക്ക് കോടതികളെല്ലാം കൊണ്ടുവരാം, ഫാസ്റ്റ് ട്രാക്ക് കോടതിയെല്ലാം കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഞങ്ങൾ അവിടെ അത്തരത്തിൽ പെട്ടെന്ന് തന്നെ അവരെല്ലാം ശിക്ഷിക്കാമെന്നുള്ളത്. ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറെ പേരുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട്? RSSുമായി BJPയുമായി ബന്ധമുള്ള ആളുകളുടെ മുമ്പൊക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ അവസാനത്തെ പോയിന്റിൽ ഇത് തലേ ദിവസം ഇതിന്റെ പേപ്പർ പൊട്ടിച്ചു, അതിന്റെ ഫോട്ടോഷാറ്റ് എടുത്തു, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു, അത്തരത്തിൽ ഇത് വിറ്റു, കാശാക്കി. ഇവിടെ എങ്ങനെയാണ് ലീക്കായത് നിഷാദെ? ഫ്രം ദ ഒറിജിൻ അങ്ങനെയാണ്. എവിടെയാണോ ചോദ്യപേപ്പർ ഉണ്ടാക്കിയത്, ആ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് ലീക്കായി പോയത്. ആരും അറിഞ്ഞില്ല, അല്ലേ? സ്വയംഭൂവായി അങ്ങനെ ഉണ്ടായതാണല്ലേ? ഇതിന് രാഷ്ട്രീയമായ യാതൊരു മേലാളന്മാരുടേതുമായിട്ടുള്ള ഒരു സംരക്ഷണവും ഇല്ലായിരുന്നു, അല്ലേ? ഈ രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു മത്സര പരീക്ഷ, ആ പരീക്ഷയിൽ ഇത്തരത്തിലുള്ള കാര്യം അത് നടക്കുന്നു എന്നുള്ളത്, നടന്നപ്പോൾ അത് കണ്ണുമൂടി കിട്ടി എന്നുള്ളത്, അതിനെതിരായി പറഞ്ഞ ആളുകളെ ആക്രമിക്കാനായി, വിമർശിക്കാനായി വന്നു എന്നുള്ളത്, ഇപ്പോൾ ഈ കുട്ടികൾ തന്നെ രംഗത്തിറങ്ങുകയാണ്. ഞങ്ങളുടെ ഭാവി കൊണ്ട് നിങ്ങൾക്ക് പന്താടേണ്ടതില്ല എന്നുള്ളത്.